മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രം. പണ്ടാരോ പറഞ്ഞു വെച്ചതാണ്. ഇപ്പോൾ BJPയും മാറുന്നു, തനി രാഷ്ട്രീയ പാർട്ടിയായി മാറുന്നു. മുൻപ് സംഘടന ബലമുണ്ടായിരുന്നു BJPക്ക്. ഇപ്പോൾ സംഘടനാ ബലം പോയി രാഷ്ട്രീയ പാർട്ടി, തനി രാഷ്ട്രീയ പാർട്ടിയായി BJP മാറുകയാണ്. തീർച്ചയായും ഇലക്ഷനെ സംബന്ധിച്ച് തനി രാഷ്ട്രീയ പാർട്ടി തന്നെ ആവണം. എന്നാലും BJPയെ സംബന്ധിച്ച് അങ്ങനെ ആവാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട് ഇവിടെ. പണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് മുമ്പൊന്നുമല്ല, ഒരു 10-15 വർഷം മുമ്പ് ഒരു BJP പ്രവർത്തകനെ പഞ്ചായത്ത് ഇലക്ഷനിലേക്കെങ്കിലും ഒരു സ്ഥാനാർത്ഥിയാക്കാൻ ചെന്നാൽ അയാൾ വീടിന്റെ പിറകുവശം തുറന്ന് മതിൽ ചാടി ഓടുകയാണ് പതിവ്. BJPക്ക് സ്ഥാനാർത്ഥിയാകാൻ ആളെ കിട്ടാതിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അന്നും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കൊടി പിടിച്ചവൻ, വിയർത്തവൻ, അടികൊണ്ടവൻ, വഴക്കുണ്ടാക്കിയവൻ, സമരം ചെയ്തവൻ, ഇന്നവന് 2ാം നിരയിലോ 3ാം നിരയിലോ 4ാം നിരയിലോ എന്തിന് 10ാം നിരയിൽ പോലും സ്ഥാനമില്ലാത്ത ഒരവസ്ഥയെത്തി. അതാണ് പറഞ്ഞത്, BJPയും മാറുന്നു, മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രം. BJPയും രാഷ്ട്രീയ പാർട്ടിയായി മാറുന്നു. സംഘടനാ സംവിധാനം പോയിട്ട് അത് രാഷ്ട്രീയ പാർട്ടിയായി മാറുകയാണ്. ഇപ്പോൾ കോൺഗ്രസിനെ പോലെയായി മാറി BJPയും എന്നൊരു പ്രവർത്തകന്റെ ദുഃഖം. ഒരു BJP പ്രവർത്തകൻ, അടിസ്ഥാന പ്രവർത്തകൻ, എൻ്റെ ഒരു സുഹൃത്ത് ഈ അടുത്ത ദിവസം തമ്മിൽ കണ്ടപ്പോൾ പറഞ്ഞതാണ്, പ്രാദേശിക ഗ്രൂപ്പ്, മണ്ഡലം ഗ്രൂപ്പ്, ജില്ലാ ഗ്രൂപ്പ്, സംസ്ഥാന ഗ്രൂപ്പ്. പ്രാദേശിക ഗ്രൂപ്പുകളിൽ ഒരു വിഭാഗം മണ്ഡലം ഗ്രൂപ്പിനോട് ചേരും. മണ്ഡലം ഗ്രൂപ്പ് അല്പശക്തിയായി. ആ മണ്ഡലം ഗ്രൂപ്പ് ചെന്ന് ജില്ലാ ഗ്രൂപ്പിനോട് ചേരും. ജില്ലാ ഗ്രൂപ്പ് സംസ്ഥാന ഗ്രൂപ്പിനോട് ചേരും. ഇനി പ്രാദേശിക തലത്തിൽ പ്രവർത്തിച്ചവന് സ്ഥാനമില്ല, ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വീതം വയ്ക്കുന്നു. മണ്ഡലത്തിന്റെ പ്രതിനിധി അല്ലെങ്കിൽ പ്രസിഡന്റ് ആഴ്ചതോറും, മാസം തോറും, അല്ലെങ്കിൽ 6 മാസത്തിലൊരിക്കൽ മാറുന്നു. അയാൾക്ക് തോന്നുന്ന ആളിനെ താഴെത്തട്ടിൽ നിയമിക്കുന്നു. ഇങ്ങനെ മറ്റു പാർട്ടികളിലെ എല്ലാ വിഘടന സ്വഭാവവും BJPയിലും എത്തിയിരിക്കുന്നു. സംസ്ഥാന ഗ്രൂപ്പുകളെ കുറിച്ച് നമുക്കറിയാം. മുരളീധരൻ പക്ഷം, കൃഷ്ണദാസ് വിഭാഗം, ഇതിനിടയിൽ കൂടി സുരേന്ദ്രൻ പക്ഷം, പിന്നെ ഇവരെല്ലാം ഒന്നിച്ചു ചേർന്ന് ശോഭാ സുരേന്ദ്രനെതിരെ. ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റായി വന്നപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെതിരെ വീണ്ടും പടലപ്പിണക്കങ്ങൾ. ഇതെല്ലാം താഴെത്തട്ടിലും നിഴലിക്കുന്നുണ്ട്. BJP യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടിയായി മാറി. പ്രാദേശിക ഗ്രൂപ്പിൽ പ്രാമുഖ്യമുള്ളവർ അവരുടെ പിണിയാളുകളെ വെച്ച് കാര്യങ്ങൾ നടത്തുന്നു. ജില്ലാ ഗ്രൂപ്പിൽ അങ്ങനെയാകുന്നു, മണ്ഡലം ഗ്രൂപ്പിൽ അങ്ങനെയാകുന്നു. മണ്ഡലം ഗ്രൂപ്പിൽ മാസത്തിലൊരിക്കൽ എന്ന് പറയുന്നില്ല, 6 മാസത്തിലൊരിക്കൽ പ്രസിഡന്റ് മാറുന്നു. അതിനനുസരിച്ച് താഴെത്തട്ടിലേക്ക് നിയമനങ്ങൾ വരുന്നു. കാര്യലാഭത്തിന് വേണ്ടി മാത്രം പാർട്ടി ഉപയോഗിക്കുന്ന ഒരു വിഭാഗം BJPയിലും വളരുന്നു. സാമ്പത്തികപരമായി മുന്നേറ്റത്തിന് പാർട്ടി ഉപയോഗിക്കുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, BJPയും രാഷ്ട്രീയ പാർട്ടിയായി മാറി. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പാർട്ടിയെ സ്നേഹിച്ച് വളർത്തിയവരുണ്ട്. അടിസ്ഥാന പ്രവർത്തകർ, ഹൃദയത്തിലേറ്റി പാർട്ടിയെ വളർത്തിയവർ. പക്ഷേ പിന്നീട് ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾ വന്നപ്പോൾ, ഇന്നലെ പ്രശ്നമുണ്ടായതിന്റെ പേരിൽ കേസുണ്ടായ വ്യക്തികൾ ആ കേസ് സ്വയം ചുമക്കേണ്ടി വരുന്നു. പാർട്ടി അതിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല. നമുക്കറിയാം, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് പാർട്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു പ്രവർത്തകൻ ആത്മഹത്യ ചെയ്തു. തനിക്ക് സ്ഥാനാർത്ഥിത്വം തന്നില്ല എന്ന രീതിയിൽ. എത്രയും പെട്ടെന്ന് ആ പ്രവർത്തകനെ പാർട്ടിക്കാരനല്ല എന്ന് തള്ളിപ്പറയാനാണ് നേതൃത്വം തുനിഞ്ഞത്. പിന്നീട് അണികളുടെ രോഷമുണ്ടായപ്പോൾ, ആ പ്രദേശത്ത് അണികൾ അതിനെ എതിർത്തപ്പോൾ, ഇയാൾ പാർട്ടിക്കാരൻ തന്നെയാണ് എന്ന് അണികൾ ഉറക്കെ പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാൻ നേതൃത്വം തയ്യാറായി. വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, BJP രാഷ്ട്രീയ പാർട്ടിയായി. അടിസ്ഥാന പ്രവർത്തകർ ചുമതലയിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന കേസുകൾ, ആ ചുമതല ഒഴിഞ്ഞാൽ പിന്നെ പാർട്ടിക്കാർ തിരിഞ്ഞു നോക്കില്ല എന്നുള്ള വാദവും കുറച്ചുപേർ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോഴിതാ കേരളത്തിലെ നിയമസഭാ ഇലക്ഷൻ വരുന്നു. A ക്ലാസ് മണ്ഡലങ്ങൾ നേതാക്കന്മാർ തന്നെ എടുക്കണം എങ്കിലേ വിജയസാധ്യതയുള്ളൂ. പക്ഷേ B ക്ലാസും C ക്ലാസും അല്ലെങ്കിൽ D ക്ലാസും എന്നൊക്കെ പറയാവുന്ന മണ്ഡലങ്ങൾ ഇന്നലെ വരെ പ്രവർത്തിച്ച പ്രവർത്തകർക്കല്ല, 1ാം നിരയിലോ 2ാം നിരയിലോ ഉള്ള നേതാക്കൾക്കല്ല. ഇന്നലെ വരെ ഈ പാർട്ടിയെ പുറത്തുനിന്ന് എതിർത്തിട്ട് അല്ലെങ്കിൽ എന്തും പറഞ്ഞിട്ട് കയറി വരുന്ന പുതിയ നേതാക്കൾക്ക്, കോൺഗ്രസിൽ നിന്നും ഇടതുപക്ഷത്തു നിന്നുമൊക്കെ BJPയിലേക്ക് ചേക്കേറുന്ന നേതാക്കൾക്ക് വേണ്ടി സീറ്റുകൾ മാറ്റിവെക്കുന്നു.
ശക്തമായ എതിർപ്പ് രണ്ടാം നിര മൂന്നാം നിര നേതാക്കൾക്കുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പതിവ് മുഖങ്ങളായിരുന്ന പലരും, പല ഇലക്ഷനും പതിവ് മുഖങ്ങളായിരുന്ന നേതാക്കന്മാരിൽ പലർക്കും ഇപ്പോൾ സീറ്റ് കിട്ടാനിടയില്ല. അതിന്റെ മുറുമുറുപ്പ് പാർട്ടിക്കുള്ളിൽ തുടങ്ങിക്കഴിഞ്ഞു. കാരണം മറ്റൊന്നുമല്ല, പതിവ് മുഖങ്ങളെ മാറ്റി പുതുതായി പാർട്ടിയിലേക്ക് വന്നവർക്ക് സീറ്റ് വീതിച്ചു നൽകുന്നു. അങ്ങനെ വരുമ്പോൾ ബി.ജെ.പിയുടെ ഇലക്ഷൻ രംഗത്തെ പതിവ് മുഖങ്ങൾ, 100 വോട്ട് ബി.ജെ.പിക്ക് കിട്ടാതിരുന്ന കാലത്ത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആ മുഖങ്ങൾ ഇപ്പോൾ പുറത്താകും. അതിന്റെ അമർഷം അവരിലുണ്ട്. ബി.ഡി.ജെ.എസും 2020-യും തുടങ്ങി പുതുതായി NDA-യിലേക്ക് വരുന്ന ഘടകകക്ഷികളുണ്ട്. അവർക്ക് സീറ്റ് നൽകണ്ടേ? നൽകണം. ആകെയുള്ളത് കേരളത്തിൽ 140 സീറ്റ്. ഇപ്പോൾ ഏറ്റവും കുറഞ്ഞത് 60 സീറ്റുകളെങ്കിലും ഘടകകക്ഷികൾക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടി വരും. ബാക്കി വരുന്നത് 80 സീറ്റ്. ഈ 80 സീറ്റിൽ മറ്റു പാർട്ടികളിൽ നിന്ന്, ഇടതുപക്ഷത്തു നിന്നും കോൺഗ്രസിൽ നിന്നുമൊക്കെ മാറി വരുന്ന അംഗങ്ങൾക്ക് മിനിമം ഒരു 10 സീറ്റെങ്കിലും മാറ്റിവെക്കേണ്ടി വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ രണ്ടാം നിര മൂന്നാം നിര നേതാക്കൾക്ക് മത്സരിക്കാനുള്ള അവസരം നഷ്ടമാവുകയാണ്. ഇപ്പോൾ തന്നെ മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആർ രശ്മി ബി.ജെ.പിയിൽ ചേർന്നു. കഴിഞ്ഞ പ്രാവശ്യം കൊട്ടാരക്കര മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു ആർ രശ്മി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിൽ സീറ്റ് ലഭിക്കാത്തത് കൊണ്ടാണ് ആർ രശ്മി ഇപ്പോൾ ബി.ജെ.പിയിൽ ചേർന്നത്. കൊട്ടാരക്കരയിൽ അവർക്ക് സീറ്റ് നൽകിയേ പറ്റൂ. അങ്ങനെ വരുമ്പോൾ കൊട്ടാരക്കരയിലേക്ക് തയ്യാറായിരുന്ന സ്ഥാനാർത്ഥിക്ക് പിന്മാറേണ്ടി വരും. ഇങ്ങനെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങിയ പല സ്ഥാനാർത്ഥികൾക്കും അല്ലെങ്കിൽ സ്ഥാനാർത്ഥി മോഹികൾക്കും സീറ്റ് ലഭിക്കില്ല എന്ന് ബി.ജെ.പിയിൽ ഉറപ്പായി. 2021-ൽ 21 സീറ്റിലേക്ക് മത്സരിച്ച ബി.ഡി.ജെ.എസ് ഇത്തവണ 40 സീറ്റ് വേണം എന്ന വാശിയിലാണ്. 2020-യും 40 സീറ്റ് ആവശ്യപ്പെടുന്നുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ പാർട്ടിയിലേക്ക് വരുന്ന നേതാക്കളെ കുറിച്ച് ബി.ജെ.പിയിലെ രണ്ടാം നിര മൂന്നാം നിര നേതാക്കൾക്ക് ശക്തമായ എതിർപ്പുണ്ട്. അവർ ഇലക്ഷൻ സമയം നോക്കി പാർട്ടിയിലേക്ക് വരികയും പിന്നീട് അവർ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നതാണ് പതിവ്. നാട്ടുഭാഷയിൽ പറയുകയാണെങ്കിൽ പിന്നീട് അവരെ തരിപോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന അവസ്ഥയിലാവും. ഇത് ബി.ജെ.പിക്കുള്ളിൽ തന്നെ ശക്തമായ എതിർപ്പിന് കാരണമാകുന്നുണ്ട്. രണ്ടാം നിര മൂന്നാം നിര നേതാക്കൾക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ അമർഷമുണ്ട്. പക്ഷേ അത് അവരുടെ ഉള്ളിൽ തന്നെ ഇരിക്കുകയേ ഉള്ളൂ. കാരണം ബി.ജെ.പിയുടെ സംഘടനാ സംവിധാനം അങ്ങനെയാണ്. കഴിഞ്ഞ ഇലക്ഷന് ബി.ജെ.പിയിലേക്ക് വന്ന ഇതുപോലുള്ള നേതാക്കളിൽ, മറ്റു പാർട്ടികളിൽ നിന്ന് വന്ന നേതാക്കളിൽ എത്ര പേർ ഇപ്പോൾ ബി.ജെ.പിയിൽ ഉണ്ട്, അല്ലെങ്കിൽ പ്രവർത്തന രംഗത്തുണ്ട്, സംഘടനാ രംഗത്തുണ്ട് എന്നാണ് ഈ നേതാക്കന്മാർ ചോദിക്കുന്ന ചോദ്യം. അതിന് നേതൃത്വത്തിന് ഉത്തരമില്ല. ഗ്രൂപ്പിസങ്ങൾ അവസാനിക്കുകയും സംഘടനാ തത്വങ്ങൾ ശക്തമാവുകയും ചെയ്താലേ ബി.ജെ.പിക്ക് ഈ ഇലക്ഷന് എന്തെങ്കിലും സാധ്യത ജനം കൽപ്പിക്കുന്നുള്ളൂ. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകൾ, അതുപോലെ തന്നെ മറ്റു പാർട്ടികളിൽ നിന്ന് വന്ന എളുപ്പത്തിൽ സ്ഥാനാർത്ഥിത്വം നേടുന്നവരോടുള്ള എതിർപ്പ്, ആ എതിർപ്പ് ഇലക്ഷൻ പ്രവർത്തനത്തിൽ തീർച്ചയായും പ്രതിഫലിക്കും. ബൂത്ത് തലം മുതലുള്ള അംഗങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തകർ മാറി നിന്നെന്ന് വരും, അല്ലെങ്കിൽ നിഷ്ക്രിയരായെന്ന് വരും. അത് ബി.ജെ.പിയുടെ സാധ്യതകളെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്രൂപ്പിസത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചിലരെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക്, ഈ നിയമസഭാ ഇലക്ഷന് പോലും സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതൊക്കെ എത്രത്തോളം ദോഷം ചെയ്യും എന്ന് ബി.ജെ.പി നേതാക്കളെ ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. സംഘടനാ തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ശൈലിയിൽ, പഴയ ബി.ജെ.പിയുടെ ശൈലിയിൽ വന്നാൽ മാത്രമേ ബി.ജെ.പിക്ക് ഈ ഇലക്ഷൻ എന്തെങ്കിലും സാധ്യതയുള്ളൂ. 20 വരെ സീറ്റ് നേടുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന സംസ്ഥാന നേതൃത്വം ഏറ്റവും കുറഞ്ഞത് 5 സീറ്റെങ്കിലും നേടിയാൽ ഭാഗ്യമാണ്. അത് ബി.ജെ.പിയുടെ വളർച്ചയ്ക്ക് വലിയൊരു വഴിയൊരുക്കും. പക്ഷേ പ്രവർത്തകരെ വെറുപ്പിക്കുന്ന, സാധാരണ പ്രവർത്തകരെ ഇല്ലാതെയാക്കുന്ന ഈ ശൈലി ബി.ജെ.പിയിൽ നിന്ന് മാറിയേ പറ്റൂ. 5 സീറ്റെങ്കിലും ബി.ജെ.പിക്ക് നിയമസഭയിൽ ലഭിച്ചാൽ ശക്തമായ ഒരു പ്രതിപക്ഷമായിരിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് ബി.ജെ.പി. അതിന് തക്ക നേതൃത്വ ഗുണമുള്ളവരുണ്ട് ബി.ജെ.പിയിൽ. അതിനു പറ്റിയ നേതാക്കളുണ്ട് ബി.ജെ.പിയിൽ. അപ്പോൾ ഗ്രൂപ്പിസങ്ങളെല്ലാം ഒഴിഞ്ഞു നിന്നാൽ മാത്രമേ ബി.ജെ.പിക്ക് എന്തെങ്കിലും സാധ്യതയുള്ളൂ. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിച്ചിരുന്നതാണ്. ഗ്രൂപ്പിസത്തിന്റെ ശക്തമായ ഇടപെടൽ കൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ തോറ്റത് എന്ന് വിശ്വസിക്കുന്ന നല്ല പ്രവർത്തകരുണ്ട് ബി.ജെ.പിയിൽ. കാരണം രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായി തുടർന്നാൽ
ഈ പാർട്ടിയെ ശക്തമായ നടപടികളിലൂടെ മുന്നോട്ട് കൊണ്ടുവരും എന്നറിയാവുന്ന പ്രവർത്തകരാണ് ഇത് പറയുന്നത്. ആ പാർലമെന്റ് ഇലക്ഷനിൽ രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാൽ കൂടുതൽ ശക്തനാകുമെന്നും പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്തിൽ രാജീവ് തന്നെ തുടരുമെന്നും അറിയാമെന്നുള്ള ആരൊക്കെയോ പാലം വലിച്ചു എന്ന് വിശ്വസിക്കുന്ന പ്രവർത്തകർ, അവരെ എങ്ങനെ തെറ്റു പറയാൻ കഴിയും? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.